ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ ഇന്നത്തെ EVS എക്സാമിന്റെ ആൻസർ കീ ആണ്. നിങ്ങൾക്കിവിടെ ആക്ടിവിറ്റി 1 A ക്വസ്റ്റ്യൻ ഉണ്ട്, B ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ആയിട്ട് അറിയുന്നത് അത് മാത്രം ആൻസർ ചെയ്താൽ മതി. സോ നമുക്ക് ആക്ടിവിറ്റി 1 A ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പാർട്സ് ഓഫ് പ്ലാന്റ്. There are many plants in Anu's garden. അനുവിന്റെ ഗാർഡനിൽ വ്യത്യസ്ത പ്ലാന്റ്സ് ഉണ്ട്. The picture of one such plant is given. അതിലുള്ള ഒരു പ്ലാന്റിന്റെ പിക്ചർ ആണ് താഴെ തന്നിട്ടുള്ളത്. Label the parts of the plant and connect them by drawing. നമ്മളടുത്ത് പ്ലാന്റിന്റെ മറ്റു ഭാഗങ്ങൾ എഴുതി കൊടുത്തിട്ട് അത് അടയാളപ്പെടുത്താനുമാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാന്റിന്റെ ഒരു പാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്, ലീഫ്. ബാക്കി 3 പാർട്ട് ഏതൊക്കെയാണ്? നമുക്ക് റൂട്ട് വേറെ ഇവിടെ കാണാം. ഒന്ന് റൂട്ടാണ്, മറ്റൊന്ന് ഫ്ലവർ, പൂവും കാണാം. സോ ഫ്ലവറിന് എഴുതി ഫ്ലവറിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അടുത്തത് സ്റ്റെമ്മ്, തണ്ടാണ്. ഇപ്പൊ സ്റ്റെമ്മിന്ന് എഴുതിയിട്ട് സ്റ്റെമ്മിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്സ്റ്റ് B ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ്. All plants have flowers. എല്ലാ പ്ലാന്റ്സിനും, എല്ലാ ചെടികൾക്കും പൂക്കളുണ്ട്. Plants need water to grow. പ്ലാന്റ്സിന് വളരാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണ്. All plants have leaves of the same size. എല്ലാ പ്ലാന്റ്സിനും സെയിം സൈസിലുള്ള ഇലകളാണ്, ഒരേ സൈസിലുള്ള ഇലകളാണ് ഉള്ളത്. Different plants have leaves with different shapes. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതിൽ B സെന്റൻസും D സെന്റൻസും ആണ് കറക്റ്റ്. B എന്തായിരുന്നു? പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗ്രോ. പ്ലാന്റ്സിന് വളരാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണ്. അതേപോലെ ഡിഫറെന്റ് പ്ലാന്റ്സ് ഹാവ് ലീവ്സ് വിത്ത് ഡിഫറെന്റ് ഷേപ്സ്. വ്യത്യസ്ത ചെടികൾക്ക് വ്യത്യസ്ത ആകൃതിയിലുള്ള ഇലകളാണുള്ളത്. ആക്ടിവിറ്റി 1 വളരെ സിമ്പിൾ ആയിരുന്നു. ഇനി ആക്ടിവിറ്റി 1 B ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. A. Find the correct pair of the plants belonging to the same category. താഴെ തന്നിട്ടുള്ളതിൽ ഒരേ കാറ്റഗറി വെച്ചിട്ട് മാച്ച് ചെയ്യാനാണ്. ആരൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്ന് പേടി തന്നിട്ടുണ്ട്, മാംഗോ ട്രീ തന്നിട്ടുണ്ട്, ഹിബിസ്കസ് തന്നിട്ടുണ്ട്, പംകിൻ തന്നിട്ടുണ്ട്, കോക്കനട്ട് ട്രീ, റോസ്, ബിറ്റർ ഗോഡ്, കയ്പ. അടുത്തത് തുമ്പ. ഇനി ഇവരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പേടി, തുമ്പ, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ഹിബിസ്കസ്, റോസ്, പംകിൻ, ബിറ്റർ ഗോഡ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലത്തെ B ക്വസ്റ്റ്യൻ എന്താണ്? There are different types of flowers in nature. നമ്മുടെ നേച്ചറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളുണ്ട്. Find out the benefits of flowers. പൂക്കളുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് എഴുതി കൊടുക്കാം? ഫ്ലവേഴ്സ് മേക്ക് അവർ സറൗണ്ടിങ്സ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ചുറ്റുപാടും ഭംഗിയാക്കുന്നുണ്ടല്ലേ പൂക്കള്. ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് പെർഫ്യൂംസ്. ഫ്ലവേഴ്സ് പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് മെഡിസിൻസ് ഉണ്ടാക്കാൻ ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ബീസ് ഗെറ്റ് നെക്ടാർ ഫ്രം ഫ്ലവേഴ്സ്. അല്ലെങ്കിൽ ബീസിന് ഹണി കിട്ടുന്നുണ്ട് എന്ന് എഴുതിയാലും മതി. ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ. ഫ്ലവേഴ്സ് ഡെക്കറേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് എഴുതി കൊടുക്കുക. ഇനി ആക്ടിവിറ്റി 2 എന്താണെന്ന് നോക്കാം. ന്യൂ പ്ലാന്റ്സ്. വേരിയസ് സ്റ്റേജസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോത്ത് ആർ ഗിവൺ ബിലോ. താഴെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് തന്നിട്ടുള്ളത്. ഒരു പ്ലാന്റിന്റെ വളർച്ചയുടെ ഡിഫറെന്റ് സ്റ്റേജസ്. നമ്പർ ദം ഇൻ ഓർഡർ 1, 2, 3, 4, 5 സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള പ്ലാന്റ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ ഏതാണോ ആദ്യത്തെ അവിടെ 1 എന്ന് എഴുതി കൊടുക്കാൻ, രണ്ടാമത്തതിൽ 2 എന്ന് എഴുതി കൊടുക്കാൻ. അങ്ങനെയാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഏതാണ് വരുന്നത്? സീഡ് ജെർമിനേറ്റ്സ്. രണ്ടാമത് ദ ഫസ്റ്റ് ലീഫ് സ്പ്രൗട്ട്. മൂന്നാമത് 2 ലീവ്സ് കം ഔട്ട്. നാലാമത്തത് ഫ്ലവർ ബ്ലൂംസ്. അഞ്ചാമത്തത് ഫ്രൂട്ട് അപ്പിയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് ആർ ഗിവൺ. ഫൈൻഡ് ദി ഓഡ് വൺ ഫ്രം ഈച്ച് കാറ്റഗറി. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പ് 1 മിറാക്കിൾ ലീഫ് പ്ലാന്റ്, നിശാഗന്ധി, പീ പ്ലാന്റ്. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഒറ്റപ്പെട്ടത് ഏതാണ്? പീ പ്ലാന്റ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് 2 ജാസ്മിൻ, റോസ്, മാംഗോ ട്രീ. മാംഗോ ട്രീ ആണ് ഓഡ് 1. ഇനി അടുത്തത് ഗ്രൂപ്പ് 3 ഹിബിസ്കസ്, കറി ലീവ്സ്, ചെത്തി. കറി ലീവ്സ് ആണ് ഓഡ് 1. ഇനി ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കാം. ലെറ്റ് us പ്രൊട്ടക്ട് പ്ലാന്റ്സ്. നമുക്ക് പ്ലാന്റ്സിനെ സംരക്ഷിക്കാം. പ്ലാന്റ്സ് ഹാവ് മെനി ബെനിഫിറ്റ്സ്. പ്ലാന്റ്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫ്രഷ് എയർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ.
Prepare a poster to promote the idea that plants must be conserved. അപ്പോൾ പ്ലാന്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണ് എഴുതേണ്ടത്. സേവ് പ്ലാന്റ്, സേവ് ലൈഫ്, അല്ലെങ്കിൽ പ്ലാന്റ് മോർ ട്രീസ്, പ്രൊട്ടക്ട് പ്ലാന്റ്സ്, പ്ലാന്റ് ഗിവ് us ഫ്രഷ് എയർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ, ഡു നോട്ട് കട്ട് ട്രീസ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റേഴ്സ് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയെങ്കിൽ ചിത്രം കൂടി വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആക്ടിവിറ്റി 4 ഇൻക്ലൂഡ്സ് 2 questions for A and for B. ഫോറാമത്തെ ആക്ടിവിറ്റിയിൽ for A ക്വസ്റ്റ്യൻ ഉണ്ട്, for B ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അത് മാത്രം ആൻസർ ചെയ്താൽ മതി. ആക്ടിവിറ്റി 4ലുള്ള എ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എവറി ലിവിംഗ് ഓർഗാനിസം ഹാസ് ഫിസിക്കൽ ഫീച്ചേഴ്സ് സ്യൂട്ടബിൾ ഫോർ കാച്ചിങ് ദെയർ പ്രേ. എല്ലാ ഓർഗാനിസത്തിനും അവരുടെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, ശാരീരിക ഫീച്ചേഴ്സ് ഉണ്ട്. ഫൈൻഡ് സച്ച് ഫീച്ചേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ക്രിയേച്ചേഴ്സിന്റെ ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലയണിന്റെ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, എബിലിറ്റി ടു റൺ ഫാസ്റ്റ്. ഈഗിളിന്റെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഷാർപ്പ് ഐ സൈറ്റ്. നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം? ലയൺ, എബിലിറ്റി ടു റൺ ഫാസ്റ്റ്, ഷാർപ്പ് ക്ലോസ്. ഈഗിൾ, ഷാർപ്പ് ഐ സൈറ്റ്, ഷാർപ്പ് ക്ലോസ്, ഷാർപ്പ് ഹുക്ക്ഡ് ബീക്ക്. Write the names of 2 creatures that catch prey by sticking out their tongue. നാവ് ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന 2 ജീവികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ഫ്രോഗും ലിസാർഡും ആണ്. ഇനി ഫോർ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ ഫീച്ചർ ആൻഡ് മോഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഓർഗാനിസം. നമുക്ക് താഴെ തന്നിട്ടുള്ള ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തതിൽ ക്രിയേച്ചേഴ്സ് ഉണ്ട്, അതിൽ വരുന്നത് ഫിഷ്, ഡോവ്, സ്നേക്ക്. ഇനി ബോഡി ഫീച്ചർ, ഫിഷിന്റെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ബോഡി വിത്ത് പോയിന്റഡ് എൻഡ്സ്. ഡോവിന്റെയിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഹാവ് ലെഗ്സ്. സ്നേക്കിന്റെയിലും യൂസസ് ദി വോൾ ബോഡി ഫോർ മൂവ്മെന്റ്. ഇതാണ് അവരുടെ ബോഡി ഫീച്ചർ. ഒരു പോയിന്റ് കൂടി നമ്മൾ മൂവ്മെന്റിന്റെ ഫിഷിന്റെ തന്നിട്ടില്ല, ഡോവിന്റെ വാക്സ് തന്നിട്ടുണ്ട്, സ്നേക്കിന്റെ സ്വിംസും തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ എന്തൊക്കെ എഴുതി കൊടുക്കാം? ഫിഷിന്റെ ബോഡി ഫീച്ചർ എന്താണ്? ബോഡി വിത്ത് പോയിന്റഡ് എൻഡ്സ്, ഹാസ് ഫിൻസ്. ഇനി മൂവ്മെന്റ് വരുന്നത് സ്വിംസ്, നീന്തുക എന്നാണ്. ഇനി അടുത്തത് ഡോവ്, ഹാവ് ലെഗ്സ്, ഹാഗ് വിങ്സ്. മൂവ്മെന്റ് വാക്കും ഫ്ലൈസും, നടക്കുകയും ചെയ്യും പറക്കുകയും ചെയ്യും. അടുത്തത് സ്നേക്ക് ആണ്, യൂസസ് ദി വോൾ ബോഡി ഫോർ മൂവ്മെന്റ്. മൂവ്മെന്റിനായിട്ട് ഫുൾ ബോഡി ഉപയോഗിക്കാറുണ്ട്. ഹാസ് നോ ലെഗ്സ്, കാലുകളില്ല. മൂവ്മെന്റ് ക്രോൾസ്, ഇഴയുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ദെയർ ബോഡീസ്. അവരുടെ സൈസിനനുസരിച്ചിട്ട് ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത്. കാരണം ഇവിടെ ആൻഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, എലിഫന്റ് ആണ് ലാസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ചെറുത് ആൻഡ് ആയിരിക്കും, ഏറ്റവും വലുത് എലിഫന്റും ആയിരിക്കും. മറ്റേതൊക്കെ ക്രിയേച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? എലിഫന്റ് ആൻഡ് ഓൾറെഡി എഴുതി. ഗോട്ട്, കാറ്റ്, കോക്രോച്ച്, കൗവ്. ആൻഡ് കഴിഞ്ഞാൽ കോക്രോച്ച് ആണ് വരുന്നത്, അതിനുശേഷം കാറ്റ്, പിന്നീട് ഗോട്ട്, അതിനുശേഷം കൗ, ഏറ്റവും ലാസ്റ്റ് എലിഫന്റ്. ആക്ടിവിറ്റി 5 എന്താണെന്ന് നോക്കാം. ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. എ പിക്ചർ ഫ്രം ദി ഒബ്സർവേഷൻ ഡയറി ഓഫ് മിത്ര ഇസ് ഗിവൺ ബിലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ്. താഴെ തന്നിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ബട്ടർഫ്ലൈ, അതിനുശേഷം എഗ് ആണ് വരുന്നത്. ഇതൊരു ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ ആണ്. ആദ്യം ബട്ടർഫ്ലൈ മുട്ടയിടുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? എഗ്ഗിന് ശേഷം ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ ആണ് വരുന്നത്. അതിനുശേഷം പ്യൂപ്പ, അതിനുശേഷം ബട്ടർഫ്ലൈ. അടുത്ത ചോദ്യം, റൈറ്റ് ദി നെയിം ഓഫ് ദി പ്ലാന്റ് ദാറ്റ് ഷുഡ് ബി ഗ്രോൺ ഇൻ ദ ബട്ടർഫ്ലൈ ഗാർഡൻ ടു അട്രാക്ട് ബട്ടർഫ്ലൈസ്. അതോടൊപ്പം സി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതിന്റെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് ബട്ടർഫ്ലൈനെ ഈ പൂക്കൾ അട്രാക്ട് ചെയ്യുന്നത്? നമുക്ക് നെയിം ഓഫ് ദി പ്ലാന്റ് ഹിബിസ്കസ് എഴുതി കൊടുക്കാം. റീസൺ എന്താണ്? ഫ്ലവേഴ്സ് അട്രാക്ട് ബട്ടർഫ്ലൈസ്. പൂക്കള് ബട്ടർഫ്ലൈയെ അട്രാക്ട് ചെയ്യുന്നതാണ്. ബട്ടർഫ്ലൈസ് ഗെറ്റ് നെക്ടാർ ഫ്രം ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഹണി എന്ന് എഴുതിയാലും മതി ട്ടോ. അപ്പൊ പൂക്കളിൽ നിന്ന് ബട്ടർഫ്ലൈക്ക് എന്ത് കിട്ടുന്നതാണ്? തേന് കിട്ടുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.